തീർച്ചയായിട്ടും ഇതാണ് കറക്റ്റായിട്ടുള്ള മറുപടി. വിവാഹം കഴിക്കുന്ന സമയത്തെ ഞങ്ങളെടുത്ത തീരുമാനം ഉണ്ടായിരുന്നു. 2 വീടുകളിൽ നിന്ന് വരുന്ന 2 പേരാണ്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പരിമിതികളുള്ള മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ടാവും. വിവാഹം കഴിക്കുമ്പോൾ അവർക്ക് 18 വയസ്സ് കഴിഞ്ഞ് 19 ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് പക്വത ഇല്ലാത്ത തീരുമാനമാവാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ സനനോട് ഒന്നുകൂടി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞതും അവൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാണ് ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യമായിരുന്നു, ഏതെങ്കിലും ഒരു മൊമെൻറ്റിൽ ഒരു ഹാപ്പിനെസ് 2 പേർക്ക് നഷ്ടപ്പെട്ടാൽ, അതായത് സനക്ക് സന്തോഷം കൊടുക്കാൻ അല്ലെങ്കിൽ എന്നെ ഹാപ്പിയാക്കാൻ സനക്കോ പറ്റാത്തൊരു മൊമെൻറ്റ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടം കുറയുന്നു എന്ന് തോന്നുമ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കണം, നമുക്കൊന്ന് മാറി നിൽക്കണം, വീണ്ടും ചിന്തിക്കണം, മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ തീരുമാനിക്കണം. ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിലോ കല്യാണം കഴിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കൂടെ നിൽക്കരുത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് അതുതന്നെയാണ് ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒന്നും കൂടി നമുക്ക് റീത്തിങ്ക് ചെയ്യാവുന്നൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചതാണ്. സന നാട്ടിൽ പഠിക്കുന്നുണ്ട്. മോള് എൻ്റെ കൂടെ ഇവിടെയാണ് പഠിക്കുന്നത് മോള്. അപ്പോൾ വെക്കേഷന് അവിടെ സനൻ്റെ അടുത്തായിരുന്നു. ഇനിയിപ്പോൾ മോള് പഠിക്കാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എല്ലാവരും ഹാപ്പിയാണ്. സന ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ്. ഷിഹാബ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിച്ചതാണ്, ഡിവോഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെയൊന്നും അല്ല. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന രീതി തന്നെ തെറ്റാണ്. ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഈ ഒരു കേട്ട കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് എന്നെ മനസ്സിലാവുന്നുണ്ട്, പുള്ളി ഡിവോഴ്സ്ഡ് ആയില്ല എങ്കിൽ പോലും ഇവർ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് പറയാൻ എന്തുകൊണ്ടോ ഷിഹാബിന് മടിയാണോ എന്തൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചേക്കുവാണ്, ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നത്. പക്ഷേ രണ്ടുപേരും രണ്ടിടത്താണ്. കുട്ടിയാണെങ്കിൽ ഇപ്പോൾ വെക്കേഷന് ഉമ്മയുടെ കൂടെ ആയിരുന്നു. പിന്നെ തിരിച്ചിപ്പോൾ സ്കൂളൊക്കെ ആകുമ്പോൾ ഇവിടെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടായിരിക്കാം. പക്ഷേ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഞങ്ങൾ ലീഗലി ഡിവോഴ്സ്ഡ് അല്ല എന്നുള്ളൊരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വേർപിരിഞ്ഞ് താമസിക്കുന്നത് എന്നുള്ളൊരു കാര്യം.